ഇന്നത്തെ രണ്ടാമത്തെ ദിവസം നമ്മുടെ സ്റ്റേ ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത വെച്ചാൽ രണ്ടാം ദിവസമാണ്. കാലിനൊക്കെ നല്ല വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചിറക്കടവിനടുത്തുള്ള ഒരു ശാന്തി എന്ന് പറഞ്ഞ ഒരു ആയുർവേദ ക്ലിനിക്കിൽ നമ്മൾ കാലൊന്ന് തിരുമ്മിക്കാൻ പോയി. അപ്പോൾ തിരുമ്മിക്കാൻ പോയി തിരിച്ചിറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയം വരെ ചോദിച്ചൊരു കാര്യമുണ്ട്. അപ്പം ഇന്നത്തെ ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു ദിവസം കൂടിയായിരുന്നു. ഭയങ്കരമായിട്ട് സങ്കടം വന്നൊരു ദിവസം കൂടിയായിരുന്നു. ഒന്നാമത്തെ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ആ സമയം കൊണ്ട് ചോദിച്ചതിൻ്റെ കാര്യമുണ്ട്. ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ചോദിച്ച കാര്യം, പൈസ ഒരുപാടായി അല്ലേ ട്രീറ്റ്മെൻറ്റിന്? എന്ന് ചോദിച്ചാൽ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞങ്ങളോട് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാവും, നല്ല പൈസ മേടിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മളൊരാളെ, ഒരു വ്യക്തിയെ പോലും മുൻവിധിയോടുകൂടി മറ്റൊരാൾ പറഞ്ഞു കേട്ടും നമ്മളെ ജഡ്ജ് ചെയ്യരുത്. കാരണം നമ്മുടെ എക്സ്പീരിയൻസിലായിരിക്കണം ഒരാളെ നമ്മൾ മാർക്കിടുകയും ജഡ്ജ് ചെയ്യുകയും ചെയ്യേണ്ടത് എന്ന് വലിയൊരു കാര്യം പഠിക്കാൻ പറ്റി. കാരണം ഞാൻ കാലിനൊക്കെ ഭയങ്കര പെയിനായിട്ട് ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ ആഗ്രഹിച്ചില്ല ഭഗവാനെ, ഇങ്ങനെ ഈ ഹാർട്ടിങ് പ്രദേശത്ത് ഇതുപോലെയൊക്കെ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുമെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിച്ച് വരുമ്പോഴാണ് ഈ ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ശാന്തി എന്ന് പറഞ്ഞ ആയുർവേദ കളരി മർമ്മ തിരുമ ചികിത്സാ കേന്ദ്രം കണ്ടത്. അങ്ങനെ പോകുന്ന വഴിക്ക് ചോദിച്ചു, ഇവിടെ കാലൊക്കെ തിരുമ്മി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുളിച്ച് അതിഭാരതനൊക്കെ തൊഴുത് ഈ ശാന്തി ആയുർവേദ ക്ലിനിക്കിൽ നമ്മൾ ചെല്ലുന്നു. 7 മണിക്ക് കാലൊക്കെ തിരുമാൻ തുടങ്ങി. 8:45 വരെ, അത് 1.25 മണിക്കൂർ, 1.25 മണിക്കൂറോളം 2 കാലും തിരുമ്മി. അതിനുശേഷം മരുന്ന് ഒരു മണ്ണ് പോലത്തെ സാധനം 2 കാലിലും ഇടുകയൊക്കെ ഉണ്ടായി. ലാസ്റ്റ് പിരിക്കുന്ന സമയത്ത് എത്ര രൂപ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ എത്ര രൂപ കൊടുക്കാനും റെഡിയായിരുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റൻറ്റ് എഫക്റ്റ് എനിക്ക് എങ്ങൊന്നും കിട്ടിയിട്ടില്ല. എന്നെ ഞെട്ടിച്ചൊരു കാര്യം, എങ്ങനെയാണോ ഞാൻ ചെന്നത് അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റത്തിൽ വളരെയധികം ആരോഗ്യവാനോടും സന്തോഷത്തോടും കൂടിയിട്ടാണ് എനിക്ക് അവിടെ നിന്ന് ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ഇറങ്ങാൻ വന്നത്. ഗീത എന്ന് പറഞ്ഞ അമ്മയാണ് ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം നടത്തിയത്. ഞാൻ എത്ര രൂപ കൊടുക്കാനും തയ്യാറാണ്. എത്ര രൂപയെന്ന് ചോദിച്ചു പറയുന്ന ഒരു കാര്യം ഞെട്ടിച്ച് കളഞ്ഞു, സങ്കടമായി. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റ് വരില്ലായിരുന്നു. കാരണം 1.25 മണിക്കൂർ തിരുമുക എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല, നല്ല പണി, എഫേർട്ടുള്ളൊരു പരിപാടിയാണ്. പണമൊന്നും വേണ്ട. കാരണം അവർ പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലും ശബരിമലയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഇതുവരെയും ശബരിമലയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ കാണുന്നത് അയ്യപ്പനായിട്ടാണ്, അയ്യപ്പന് സേവനം ചെയ്തതായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് 1 രൂപ പോലും വേണ്ട. ഇവിടെ അയ്യപ്പന്മാർ ഒരുപാട് പേര് വരുന്നുണ്ട്, ഞാൻ 1 രൂപ പോലും മേടിക്കാറില്ല. അത് ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നു, വിഷമായി. അതുമാത്രമല്ല, വലിയൊരു പാഠം കൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുക ചെയ്തത്. കാരണം നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യേണ്ടത് മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടൊന്നും ആയിരിക്കരുത്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കണം ഒരാളെ നമ്മൾ വിലയിരുത്തേണ്ടതെന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ യാത്രയിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ഇതായിരുന്നു. ആ അമ്മയ്ക്ക് 2 മക്കളാണുള്ളത്. ഒരാൾ ആയുർവേദ ഡോക്ടറാണ്, മറ്റൊരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഹസ്ബൻഡ് കിടങ്ങൂർ NSS ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള മാത്സ് അധ്യാപകനാണ്. എന്തായാലും ഈ യാത്രയ്ക്ക് ശേഷം ഞാൻ അമ്മയും കുടുംബത്തെയും കാണാൻ പോകുന്നതാണ്.